കൊൽക്കത്തയിൽ മമതാ ബാനർജി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന നിസ്കാരവേദി ഇതിനടക്കം വലിയ രീതിയിൽ വിശ്വാസികൾ കൂടി നിസ്കാരം നടത്തുന്ന കൊൽക്കത്തയിലെ റെഡ് റോഡിലെ നിസ്കാരം ഇനി വേണ്ട എന്ന് സൈന്യം അറിയിച്ചിരിക്കുന്നു. ഈസ്റ്റ് കമാൻഡിന്റെ മുൻപിലാണ് ഈ ഒരു റോഡ് ഉള്ളത്, ഈ നിസ്കാര വേദിയുള്ളത്. അതായത് കമാൻഡിന്റെ ആസ്ഥാന ഓഫീസുകൾ ഇല്ലെങ്കിൽ ആ ഹെഡ് ക്വാർട്ടറിന് മുൻപിലാണ് ഇതുള്ളത്. വർഷങ്ങളായിട്ട് ഇവിടെ ഈദ് സമ്മേളനങ്ങൾ നടത്തി വരുന്നു. ഇവിടെയാണ് ഇത് സംബന്ധിച്ച് കൊൽക്കത്ത പോലീസിനും ഖിലാഫത്ത് കമ്മിറ്റിയെയും സൈന്യം രേഖാമൂലം ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. ഇത് സൈന്യത്തിന്റെ പ്രദേശമാണെന്നും സൈന്യത്തിന് വളരെ നിർണായകമായ പ്രദേശമാണെന്നും ഇവിടെ ഇത് അനുവദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ജൂൺ 7, 8 തീയതികളിൽ ഈദ് ഉസ് സോഹയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയ രീതിയിൽ തന്നെ വേദികൾ ഉയർത്തിയിരുന്നു. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ സ്ഥലം വിട്ടുകിട്ടണം, ഇല്ലെങ്കിൽ തങ്ങൾക്ക് അതിനെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഖിലാഫത്ത് കമ്മിറ്റി ഈ സൈന്യത്തിന് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷെ ആ കത്ത് ഇപ്പോൾ നിരാകരിച്ചിരിക്കുകയാണ്. ഏതായാലും ഒരു യോഗം വിളിച്ചുകൂട്ടി ഞങ്ങളൊരു തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ ചെയർമാൻ ജാവേദ് അഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സൈനിക പ്രദേശമാണ്. സൈനിക പ്രദേശത്ത് നമുക്കറിയാം, പലപ്പോഴും നമ്മളൊക്കെ സൈനിക പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ അവിടെ വാഹനങ്ങൾക്ക് പോകാൻ തന്നെ ചില കടമ്പുകൾ കടക്കേണ്ടതായിട്ടുണ്ട്, റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. അവിടെയായിരുന്നു പരമ്പരാഗതമായ നിസ്കാരം. ഇവിടെയാണ് കൊൽക്കത്തയിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും വലിയ നിസ്കാരവും മതസമ്മേളനങ്ങളും ഒക്കെ നടന്നു വരുന്നത്. ഇവിടെയും ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാറുമുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് അതിനിപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.